അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം സൂര്യവംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശൗചാലയം പണിത് വോട്ടർമാരുടെ ഇടയിൽ ഇല്ലെങ്കിൽ 11 കോടി കുടുംബങ്ങളിലേക്ക് കടന്നു കയറിയ BJP സൗജന്യ ഗ്യാസ് കണക്ഷൻ, ജൽജീവൻ പദ്ധതി മൂലം എല്ലാ വീടുകളിലും ജലമെത്തിച്ചു. എല്ലായിടത്തും വൈദ്യുതി എത്തിച്ചതിന് പിന്നാലെ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എല്ലാ വീടുകളിലും. പ്രത്യേകിച്ച് ഇപ്പോൾ തുടക്കത്തിൽ പാവപ്പെട്ടവർക്കും സാധാരണക്കാരുടെയും വീടുകളിലേക്ക് സോളാർ എത്തിക്കുകയാണ് പ്രധാനമന്ത്രി. അതിനായി പറഞ്ഞത് വൈദ്യുതി ചാർജ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഇതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അത് വലിയ ആശ്വാസം തന്നെ സാധാരണപ്പെട്ട ജനത്തിന് നൽകും. നമുക്കറിയാം, ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ട് 5 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് സാധാരണപ്പെട്ടവർക്ക് കിട്ടുന്നു. സൗജന്യ ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു, ശൗചാലയം നൽകുന്നു, സൗജന്യ ഗ്യാസ് നൽകുന്നു, ജൽജീവൻ പദ്ധതി നൽകുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സോളാർ പാനലുകൾ വീടിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചുകൊണ്ട് റൂഫ് ടോപ്പ് സോളാർ പദ്ധതി എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. വീടിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കുന്നു. പാവപ്പെട്ടവർക്ക് ഇത് സൗജന്യമായിരിക്കും. ഇടത്തരക്കാർക്ക് ചെറിയ ഒരു ചാർജ് മാത്രമേ ഉണ്ടാകൂ. ഇതോടുകൂടി തന്നെ വൈദ്യുതി ബില്ല് ഇല്ലെങ്കിൽ വൈദ്യുതി ചാർജ് എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയിൽ നിന്ന് വലിയ മോചനം നേടും. ഇതൊരു വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം, ശൗചാലയം BJPക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചെറുതല്ല, സൗജന്യ ഗ്യാസ് കണക്ഷൻ ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചെറുതല്ല, ജൻധൻ യോജന അക്കൗണ്ട്, ജൽജീവൻ പദ്ധതി, അങ്ങനെ അനവധി പദ്ധതികളുടെ ഒപ്പം ഇല്ലെങ്കിൽ അതിന് ഒരു പടികൂട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം സോളാർ യിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വളരെ മുന്നേറിയ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വലിയ മുന്നേറ്റം നടത്തിയാണ്. കേരളത്തിൽ ഇത് ഏതൊക്കെ നിലയിൽ വരുമെന്ന് അറിയില്ല. ഏതായാലും തുടക്കത്തിൽ 1 കോടി വീടുകളിലേക്കാണ് ഇത്തരത്തിൽ ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.